A dome of a building is in the form of a hemisphere. From inside, it was whitewashed at the cost of rupees 4,989.60. If the cost of whitewashing is rupees 20 per square meter, find the inside surface area of the dome. For a building in the dome ഒരു ബിൽഡിങ്ങിന്റെ ഡോം എന്ന് പറയുന്നത് ഹെമിസ്ഫിയറിന്റെ ഷേപ്പിലാണ്. അപ്പൊ നിങ്ങൾ ചില ബിൽഡിങ്ങുകളുടെ ഒക്കെ മുകളിൽ ഇതാ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഇതിനെയാണ് ഡോം എന്ന് പറയുന്നത്. ഇത് ഹെമിസ്ഫിയറിന്റെ ഷേപ്പിലാണ്. ഇതിന്റെ അകവശം ഫ്രം ഇൻസൈഡ് ഇറ്റ് വാസ് വൈറ്റ് വാഷ്ഡ് അറ്റ് ദ കോസ്റ്റ് ഓഫ് rupees 4,989.60. അതായത് ഈ ഡോമിന്റെ അകത്തെ ഭാഗം വൈറ്റ് വാഷ് ചെയ്തത് എത്ര റുപ്പീസിനാണ്? 4,989.60 റുപ്പീസിനാണ്. ഒരു സ്ക്വയർ മീറ്ററിന് 20 റുപ്പീസ് വെച്ചാണ് വൈറ്റ് വാഷ് ചെയ്യാനായ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഇൻസൈഡിലെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഡോമിന്റെ ഇൻസൈഡിലെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരുന്നു അല്ലെ. നമുക്ക് സർഫസ് ഏരിയ അറിയാം, ഒരു സ്ക്വയർ മീറ്ററിന് എത്ര റുപ്പീസ് ആണെന്നറിയാം. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഈ ഒരു സർഫസ് ഏരിയ വൈറ്റ് വാഷ് ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് ആകുമെന്ന് കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത പ്രോബ്ലം. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തത് എങ്ങനെയായിരുന്നു? നമുക്ക് സർഫസ് ഏരിയ അറിയാം, പിന്നെ കോസ്റ്റ് പെർ മീറ്റർ സ്ക്വയർ അറിയാം. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? ടോട്ടൽ സർഫസ് ഏരിയയും 1 മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത് അല്ലേ. ഈ ഒരു മെത്തേഡിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തത്. ഇപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ട്, 1 മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ കോസ്റ്റ് പെർ മീറ്റർ സ്ക്വയറിനെ നമ്മൾ ഈക്വൽസിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് ഈക്വൽസിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ കോസ്റ്റ് പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കോസ്റ്റിൽ നിന്ന് കോസ്റ്റ് പെർ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഡോമിന്റെ ഇൻസൈഡിലെ സർഫസ് ഏരിയ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ കാണാതെ പഠിച്ചു വെക്കാതെ അതിന്റെ ബേസ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതൊക്കെ നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷ്ഡ് ഈസ് ഈക്വൽ ടു rupees 4,989.60. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് പെർ സ്ക്വയർ മീറ്റർ. കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് പെർ സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എത്രയാണ്? rupees 20. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻസൈഡ് സർഫസ് ഏരിയ ഓഫ് ദി ഡോം ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഇൻസൈഡ് സർഫസ് ഏരിയ ഓഫ് ദി ഡോം ഈസ് ഈക്വൽ ടു എന്ത് വരും? ഞാനിവിടെ നമ്മുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷ്ഡ്, അതാണ് ടോട്ടൽ കോസ്റ്റ്. വൈറ്റ് വാഷ് ചെയ്യാനായ കോസ്റ്റ്, അതാണ് ടോട്ടൽ കോസ്റ്റ്, ഡിവൈഡഡ് ബൈ വൈറ്റ് വാഷിംഗ് cost of white washing per meter square. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതുക. ഇത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചാണ് കേട്ടോ. ഇസ് ഈക്വൽ ടു എത്ര വരും? rupees 4,989.60 divided by rupees 20. ഇതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. 4989.60 ഡിവൈഡഡ് ബൈ 20. ഇവിടെ 2 times 40, 98, 4 times 80, 18, 9, 9 2s are 18, 9 2s are 18. അപ്പോൾ 180 വരും.
9. ഇനി ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 6 താഴേക്ക് എഴുതുന്നു. 4 2s are 8. 80 വരും. 16 0. അടുത്തത് 8. 8 2s are 16 0. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 249.48 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഡോമിന്റെ ഇൻസൈഡിലെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 249.48 മീറ്റർ സ്ക്വയർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വോളിയം ഓഫ് ദി എയർ ഇൻസൈഡ് ദ ഡോം. അപ്പൊ ഈ ഡോമിനകത്തുള്ള എയറിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇതൊരു സ്പെറിക്കൽ ഷേപ്പിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡോമിന്റെ ഇൻസൈഡിലുള്ള എയർ, ഇതിനകത്ത് എന്തോരം എയർ ഉണ്ട് എന്നുള്ളതിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമ്മൾ ഈ ഹെമിസ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിന്റെ ഇൻസൈഡിലുള്ള എയറിന്റെ വോളിയം നമുക്ക് കിട്ടും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഡോമിന്റെ ഇൻസൈഡിലെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ ഹെമിസ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2/3 πr³ ആണ് ഹെമിസ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പൊ വോളിയം കണ്ടുപിടിക്കണേ നമുക്ക് എന്ത് വേണം? ഇവിടെ റേഡിയസ് വേണം. റേഡിയസ് നമുക്കറിയില്ല അല്ലേ? അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് എന്തറിയാം? ഈ ഡോമിന്റെ ഇൻസൈഡിലെ സർഫസ് ഏരിയ നമുക്കറിയാം. സർഫസ് ഏരിയ അറിയാമെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഡിയസ് കണ്ടുപിടിക്കാം. ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു അല്ലേ? അപ്പൊ സർഫസ് ഏരിയ നമുക്കറിയാം, അതിനകത്തുനിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനില് നമുക്ക് സർഫസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 249.48. ഇനി റേഡിയസ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഇതിന്റെ ഇക്വേഷൻ എഴുതി കൊടുക്കണം. ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2πr² ആണ്. അപ്പൊ 2πr² = 249.48. ഇനി നമ്മൾ വാല്യൂസ് ഒക്കെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 × pi is 22/7 into r² = 249.48. ഇനി r² ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ എല്ലാം നമ്മൾ ഈക്വൽസിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ r² = 249.48 ഡിവൈഡഡ് ബൈ, ഇവിടെ 7 ഡിനോമിനേറ്ററിലാണ്, ഈക്വൽസിന്റെ ഇപ്പുറത്ത് പോകുമ്പോൾ ന്യൂമറേറ്ററിലാവും. 2 × 22 ഡിനോമിനേറ്ററിൽ വരും. ഈ 249.48നെ നമുക്ക് 22 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം എന്ത് കിട്ടുമെന്ന്. അപ്പൊ 24948 ബൈ 22. ഇവിടെ 1 ടൈം 22, 29, വീണ്ടും 1, 22, 74, 3. ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട്, അപ്പോൾ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 3, 66, ഇവിടെ 8 വരും, 88, 4, 88, 0. അപ്പൊ നമുക്ക് 11.34 എന്ന് കിട്ടും. അപ്പൊ 22ഉം ഇതും കൂടെ നമുക്ക് കട്ട് ചെയ്താൽ 11.34 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് ഇതിനെ 2 കൊണ്ട് കട്ട് ചെയ്യാം. 11.34 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 5 2s are 10, 13, പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. 6 2s are 12, 14, 7, 5.67 എന്ന് കിട്ടി. ഇനി 5.67ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5.67 × 7, 7 7s are 49, 4, 42 plus 4, 46, 37 × 5, 35 plus 4, 39. അപ്പോൾ 39.69 എന്ന് കിട്ടി. അപ്പൊ r² = 39.69. അങ്ങനെയാണെങ്കിൽ r എന്തായിരിക്കും? r is √39.69. അപ്പൊ നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്ത് നോക്കാം. 39.69, ഇവിടേക്ക് 2 ഡിജിറ്റ്, ഇവിടേക്ക് 2 ഡിജിറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇനി നമുക്ക് 39ന്റെ ഉള്ളിൽ വരുന്ന ഒരു സ്ക്വയർ നമ്പർ ഏത് വരും? 6 6 are 36. അപ്പോൾ 6 എഴുതാം. 36. 9 - 6 is 3. അടുത്തത്
69 അതേപോലെ തന്നെ നമ്മൾ താഴേക്ക് എഴുതുന്നു. ഇനി ഈ 6ന്റെ കൂടെ 6 കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഇവിടെ 12 എഴുതുന്നു. ഇനി അടുത്ത ഇവിടുത്തെ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ദാ ഇവിടെ നമുക്ക് വൺസിന്റെ പ്ലേസിൽ 3 ആണ്. 3 വരണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 12ന്റെ കൂടെ 3യും കൂടി ഇട്ടിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 3s are 9, 3 2s are 6, 3 കണ്ടോ 369 കിട്ടി. അപ്പൊ നമ്മൾ പോയിന്റ് ഇട്ടിട്ട് ഇവിടെ പോയിന്റ് ഉണ്ട്, പോയിന്റ് ഇട്ടിട്ട് 3 എഴുതുന്നു. 369 0. അപ്പൊ നിങ്ങൾക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ ലോങ് ഡിവിഷൻ മെത്തേഡിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ CBSE ക്ലാസ്സസ് ബൈ ഗ്രേസ് ജോസ് അടിച്ചു കൊടുത്തിട്ട് ലോങ് ഡിവിഷൻ മെത്തേഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടും കേട്ടോ. അപ്പൊ 6 നമുക്ക് എന്ത് കിട്ടി? 6.3 സെന്റിമീറ്റർ എന്ന് കിട്ടി. സോറി, സെന്റിമീറ്റർ അല്ല, നമ്മുടെ യൂണിറ്റ് മീറ്ററിലാണ്. നമുക്ക് തന്നിരിക്കുന്നതെല്ലാം മീറ്ററിലാണ്. അപ്പൊ യൂണിറ്റ് നോക്കിയിട്ട് നിങ്ങൾ എഴുതുക, മീറ്ററിലാണ് നമ്മുടെ യൂണിറ്റ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വോളിയം ഓഫ് ദി എയർ ഇൻസൈഡ് ദ ഡോം. Therefore, വോളിയം ഓഫ് ദി എയർ inside the dome is equal to ഹെമിസ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2/3 pi r cube is equal to 2/3 into 22/7 into r is 6.3. 6.3 into 6.3 into 6.3. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയത് 7ഉം 6.3 കൂടെ കട്ട് ചെയ്യാം അല്ലേ? 9 വരും. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് ഇവിടുന്ന് 1 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് പോയി പോയിന്റ് ഇടുമ്പോൾ 0.9 എന്ന് കിട്ടും. ഈ 3യും ഇതും കൂടെ വീണ്ടും നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 0.3 എന്ന് വരും. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 22 into 2 44, 44 into 3. അപ്പൊ നിങ്ങൾ ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 44 into 3. 4 3s are 12. 4 3s are 12 plus 1 13. ഇനി അടുത്ത 63 കൊണ്ട് ചെയ്യുന്നു. 3 2s are 6, 3 3s are 9, 3 6 2s are 12, 6 3s are 18 plus 1 19, 6 plus 1 7, 6 11, 9 plus 1 10, 10 plus 3 13, 7 plus 1 8. അപ്പൊ 8 3 1 6. വീണ്ടും ഒരു 63യും കൂടെ കൊണ്ട് ചെയ്യണം. 6 3s are 18, 3 plus 1 4, 3 3s are 9, 8 3s are 24, 6 6 are 36, 3 6 plus 3 9, 6 3s are 18, 48 plus 1 49, 8 10 19 13 12 5 is equal to 523,908. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 ടോട്ടൽ 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ഡിജിറ്റ് പോയിട്ട് നമ്മൾ പോയിന്റ് ഇടുന്നു. അപ്പൊ 523.908 മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ സ്പെറിക്കൽ ഡോമിന്റെ ഈ ഡോമിന്റെ ഇൻസൈഡിലുള്ള എയറിന്റെ വോളിയം എന്ന് പറയുന്നത് 523.908 മീറ്റർ ക്യൂബ് ആണ്. മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യുന്നത്? അപ്പൊ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് റേഡിയസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് സർഫസ് ഏരിയ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വോളിയം തന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾ റേഡിയസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇക്വേഷൻസ് നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ.